ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഷോപ്പിംഗ് വീഡിയോ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് നാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് അവൻ ഉടുപ്പെടുത്തിട്ടുണ്ടായിരുന്നേ. ഉടുപ്പെടുത്തത് എന്താ സെഡ് ബി എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാ. സെഡ് ബി നിങ്ങൾക്ക് തിരിച്ചെങ്കിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ സെഡ് ബി എന്ന് പറയുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ബ്രാൻഡ് ഷർട്ടാണെന്നാണ് പറയുന്നത്. കാണിച്ചു തരാം. അതാ ഈ കളറാണേ. ഈ കളറാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ഏത് കളറാണെന്ന് അറിയത്തില്ല. ഇതൊരു ബ്രൗൺ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ ഇത് നല്ലൊരു പർപ്പിൾ, അതായത് ഒരു മുന്തിരി കളറൊക്കെ ഉണ്ടല്ലോ, അതാണ് ഈ കളർ. അടിപൊളി കളറാണ്. ഇപ്പൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ 800 സംതിങ് കേട്ടോ. ഡിസ്കൗണ്ട് വെച്ചിട്ട് 800 ഉള്ളായിരുന്നേ. നല്ലൊരു ഉടുപ്പായിരുന്നു. അത് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പാൻറ്റ് അവിടെ നോക്കിയപ്പോൾ അവന് നല്ല ലെങ്ത് ഉണ്ടായതുകൊണ്ടും അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ പാൻറ്റ് വാങ്ങിച്ചത് കുറേ കടയിൽ തെണ്ടി കിട്ടിയിട്ടുണ്ട്. എല്ലാം കിട്ടി. നമ്മൾ ജാസ് എന്ന് പറഞ്ഞൊരു കടയിലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അതാണ് അവിടെ നിന്ന് പാൻറ്റ് വാങ്ങിയത് ഒരെണ്ണം. 2 പാൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം വാങ്ങിച്ചത് ജാസ് എന്ന് പറഞ്ഞ കടയിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ അറിയാമല്ലോ ഗൈസ്. ഇത്രയും വലിയ പാൻറ്റാണ്, ഇത്രയും ലൂസുണ്ട്. അപ്പം ഇതാണ് ഒരു കളർ. ആ ഉടുപ്പിന് ചേർന്നൊരു കളറാണ് എടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് അത് രണ്ടും കൂടെ. അപ്പം അത് വാങ്ങിയിട്ടുണ്ട്. ഈ പാൻറ്റിന് 1100 രൂപയായിരുന്നു അവിടെ ആയത്. പിന്നെ നമുക്കുള്ളതാണ് അടുത്തത്. ടോപ്പ് 10 നിന്നാണ് അടുത്തൊരു പാൻറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ടോപ്പ് 10 നിന്ന് കണ്ടോ. അപ്പം അത് ഒരു ബ്ലാക്ക് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ, എന്ത് വെയിറ്റ് തന്നെ, ചാക്കാ, ഭയങ്കര വെയിറ്റ്. ഇതാണ് വാങ്ങിച്ചേക്കുന്നത്. നമ്മൾ ബ്ലാക്കിന് ഷെയ്ഡ് വരുന്നുണ്ടേ ചെറുതായിട്ട്. അപ്പം അതാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം തന്നെ വീതിയൊക്കെ ഉള്ളതാണ്. അവന്മാർക്ക് വീതിയുള്ളതാണല്ലോ വേണ്ട. അപ്പം എന്തായാലും ഇത്തിരി ലെങ്ത് കൂടുതലാണ് അടിഭാഗത്ത്, എന്നാലും അത് കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതങ്ങനെ എടുക്കും. അപ്പോൾ 2 പാൻറ്റ് വാങ്ങിയിട്ടുണ്ട്, ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയതാണ് അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ബാഗ്. അത് നമ്മൾ മലബാർ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നോർമൽ ഷോപ്പിൽ നിന്നാണ്. ഇതാണ് ബാഗ്. ഇതിനകത്ത് എന്ത് കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. കൊമേഴ്സ് ആയപ്പോഴത്തേക്ക് അതുകൊണ്ട് നല്ല ടെക്സ്റ്റൊക്കെ ഒത്തിരി ഉണ്ട്. അക്കൗണ്ടൻസിയുടെ ആയാലും ബിസിനസ് സ്റ്റഡീസിൻ്റെ ആയാലും കുറേ ടെക്സ്റ്റ് നല്ല കട്ടിക്കുള്ള ടെക്സ്റ്റൊക്കെയാണ്. ഇതിനകത്ത് ഒന്നും കൊള്ളത്തില്ല. പക്ഷെ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ആണ് അവൻ വാങ്ങിച്ച ബാഗ്. ഇതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് 770 രൂപയായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിയതാണ് ഷൂ. അതായത് നമ്മൾ മൈ ഷൂ എന്ന് പറഞ്ഞൊരു കടയിലാണ് വാങ്ങിച്ചത് കേട്ടോ, കരുണപ്പത്തിനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ക്രോക്സ് ആണ് വാങ്ങിച്ചത്. കളർ കണ്ട ഗൈസ്, മഞ്ഞ. അപ്പോൾ പിള്ളേരൊക്കെ ട്രെൻഡല്ലേ ഗൈസ്, മഞ്ഞ പച്ച അല്ലേ. അപ്പോൾ അവൻ മഞ്ഞയാണ് എടുത്തേക്കുന്നത്, ഇല്ലാത്ത കളറാണ് അവന്. അപ്പോൾ അതാണ് അവൻ എടുത്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഇട്ടപ്പം നല്ല വെറൈറ്റി ആണ്. അപ്പോൾ ആൾക്കാർ 2 പേര് നോക്കത്തില്ലേ, അങ്ങനെ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ 2 മഞ്ഞ ക്രോക്സ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നോക്കട്ടെ. അതിൻ്റെ റേറ്റിന് എനിക്ക് കറക്റ്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 800 സംതിങ് എന്തോ ആണ് ഈ ക്രോക്സ് വരുന്നത് കേട്ടോ. 800 സംതിങ് വരുന്നത്. അപ്പോൾ അതാണ് അവൻ ക്രോക്സ് ആയിട്ട് എടുത്തേക്കുന്നത്, ചെരുപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരുടെ ചേട്ടൻ്റെ കല്യാണമാണ് ഈ ഞായറാഴ്ച. അപ്പോൾ ആ വീടൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഫ്രെയിമാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ ഫ്രെയിമിന് 500 എന്തോ സംതിങ് ആണ്. അപ്പോൾ അതാണ് വാങ്ങിച്ചേക്കുന്നത്. ഒരു കൃഷ്ണൻ്റെ തരാം കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഷോർട്സ് കൊടുത്തേക്കാം കേട്ടോ. ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ ഇത് ഈ ഒരു പിക്ക് ആഡ് ചെയ്തേക്കാമേ. അപ്പോൾ ഇതാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ മന്തി മനസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നിറഞ്ഞ വെള്ളം കുടിച്ചു, മന്തി കഴിച്ചു, പിന്നെ ബസ്സിൽ അലിഞ്ഞു. ബസ്സിലാണ് ഗൈസ് പോയത്. ബസ്സിൽ പോയതിൻ്റെ കാരണം വെച്ചാൽ സ്കൂട്ടറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും അവിടെ ഹൈവേ ഒക്കെ ആയതുകൊണ്ട് തിരക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു കടയിലല്ലോ കേൾക്കുന്നത്, എല്ലാ കടയിലും കയറുന്നില്ലേ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ വെച്ച് നടന്ന് പോകാൻ എന്തായാലും പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് ബസ്സിന് പോയത്. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ അമ്മ കടയിൽ നിൽക്കുന്നുണ്ട്, തുപ്പാശ്ശേരി കടയിൽ നിൽക്കുന്നുണ്ട്, ടെക്സ്റ്റൈൽസിൽ. അപ്പോൾ അവിടെ അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ നല്ല സർപ്രൈസ് ആയി, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മയും സർപ്രൈസ് ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ കേട്ടതല്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയാണ് വാങ്ങിച്ച സാധനങ്ങൾ. ഇനിയും വാങ്ങിക്കാനുണ്ട്. ഇപ്പോൾ ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി വരുന്ന വഴിക്ക് നമുക്ക് വാങ്ങിക്കാമല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് പറയാനുള്ളത്.
അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്, ടാറ്റാ.